ഇന്ന് മാർച്ച് 23 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വലിയ ഒരു ക്രാഷ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗ്ലോബൽ ക്യൂസിനെ ബാധിച്ച US ഇറാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടാതെ രൂപയുടെ റെക്കോർഡ് ലോ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമെന്ന ഭയം, ഇവയെല്ലാം കൂടി മാർക്കറ്റ് സെന്റിമെന്റ്സിനെ വല്ലാതെ ബാധിക്കുകയുണ്ടായി. മാർക്കറ്റ് ക്ലോസിംഗ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 22,512, ബാങ്ക് നിഫ്റ്റി 51,437, സെൻസെക്സ് 72,696. ഈ ഷാർപ്പ് സെൽ ഓഫ് കാരണം ഏകദേശം 13 ലക്ഷം കോടി വെൽത്ത് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആവുന്നത് കാണാൻ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാങ്കിങ്, PSU ബാങ്ക്സ്, മെറ്റൽ സെക്ടർ, ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കണ്ടത്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ്, പവർ ഗ്രിഡ്, ടെക് മഹീന്ദ്ര. ടോപ്പ് ലൂസേഴ്സ് ടൈറ്റാൻ, ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ്. ഓവറോൾ മാർക്കറ്റ് വീക്ക് ആയിരുന്നെങ്കിലും IT സെക്ടറിൽ നിന്ന് HCL ടെക് പോലെയുള്ള ചില സ്റ്റോക്കുകൾ റെസിസ്റ്റൻസ് കാണിച്ചു. ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ടുള്ള ONGCക്കും ക്രൂഡ് ഓയിൽ പ്രൈസ് സപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. ടോപ്പ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ലീഡർഷിപ്പ് ടെൻഷൻ കാരണം സ്റ്റോക്ക് ഫോക്കസിലായിരുന്നു. ചെയർമാൻ റെസിഗ്നേഷൻ കൂടാതെ ഓവർസീസ് ബ്രാഞ്ചിലുള്ള ഇന്റേണൽ ഇഷ്യൂസ് കാരണം റെഗുലേറ്ററി ആക്ഷൻസ് ഉണ്ടായത് സ്റ്റോക്കിനെ വല്ലാതെ പ്രഷറിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സുല വൈൻയാർഡ്സ് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് 24.6% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഫൗണ്ടർ ഓപ്പൺ മാർക്കറ്റിൽ ഷെയർസ് വാങ്ങിയത് പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിട്ട് കാണുകയും ചെയ്തു. അതുപോലെ തന്നെ റൈറ്റ്സ് ലിമിറ്റ്, ഇന്ത്യൻ റെയിൽവേസിന്റെ ഫസ്റ്റ് ഹൈ സ്പീഡ് ടെസ്റ്റ് ട്രാക്ക് മെയിന്റനൻസിനുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് സെക്യൂർ ചെയ്തത് സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറുകയുണ്ടായി. ഓവറോൾ സമ്മറി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് കണ്ടത് ഒരു പാനിക് ഡ്രിവൺ സെൽ ഓഫ് ആണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും റുപ്പീസിന്റെ വീക്ക്നസും ഓയിൽ പ്രഷറിന്റെ ഫിയറും എല്ലാം കൂടെ ചേർന്ന ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ഇമ്പാക്ട് ഷോർട്ട് ടേം വോളറ്റാലിറ്റി തുടരുമെന്നത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക്. നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.